ഇനി നമ്മൾ പോകുന്ന കൊല്ലത്തേക്കാണ്. ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് പ്രചാരണം പുരോഗമിക്കുകയാണ്. തിരുമുക്കിലെ കശുവണ്ടി ഫാക്ടറിയിൽ സ്ഥാനാർത്ഥി എത്തി. സ്ഥാനാർത്ഥിയോടൊപ്പം മനോജ് ചേരുന്നു. മനോജ്, എത്രത്തോളം ആവേശത്തിലാണ് അവിടുത്തെ പ്രചാരണം പോകുന്നത്? അമൽ, ഇപ്പോൾ പ്രചാരണം തുടരുകയാണ്. ചാത്തന്നൂർ മണ്ഡലത്തിലെ തിരുമുക്കുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി BB ഗോപകുമാർ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ജീവനക്കാരൊക്കെ തന്നെ അവരോട്, അതായത് ഇവിടെ സ്ഥാനാർത്ഥി എത്തുമ്പോൾ തങ്ങളുടെ വിഷമങ്ങളും അതോടൊപ്പം തന്നെ തങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും സ്ഥാനാർത്ഥിക്ക് അവർക്ക് നൽകാൻ പറ്റുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഇത്തവണ വിജയിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. കശുവണ്ടി വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരുപാട് ജീവനക്കാരുണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ തന്നെ അവരൊക്കെ കുറേയധികം വിഷമങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു ഇന്നുകൊണ്ട് കശുവണ്ടി ഫാക്ടറി മിക്കവാറും തുറന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കശുവണ്ടി ഫാക്ടറിയിലും പോയി കഴിഞ്ഞു. 3 ലക്ഷം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്ന മേഖലയാണ് ജില്ലയിലൊട്ടാകെ. ഞാനിപ്പോൾ അവരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. അവർക്കറിയാം എന്നെ. അവർ വിചാരിച്ചുകൊണ്ടാണ് 16, 21 2ാം സ്ഥാനത്ത് വന്നത്. ഞാനതുകൊണ്ട് അവരുടെ ഒരു വാചകം പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹിക്കുകയാണെങ്കിൽ മെയ് 4-ന് ശേഷം ഇവിടുത്തെ തൊഴിലാളികൾ ഓരോരുത്തരുമായി വന്നു നിന്ന് സംസാരിച്ച് അവർക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു MLA ആയിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ അവരുമായി നേരിട്ട് സംസാരിച്ച് 4-ാം തീയതിക്ക് ശേഷം വന്നിരുന്ന് സംസാരിച്ച് ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാനുള്ള എല്ലാ ഇടപെടലും നടത്തും. അതിന് കേന്ദ്ര ഗവൺമെന്റ് പിന്തുണയുണ്ടാവും. ഇത്രയും കാലമായും അവർ പറയുന്നത് ശരിയായ രീതിയിൽ ശമ്പളം ലഭിക്കുന്നില്ല, അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള കുറേയധികം ഈ അടിസ്ഥാന പ്രശ്നങ്ങളടക്കം അല്ലെ. എന്തായിരുന്നു? ജോലിയില്ല, അതാണ് മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് ഒരു മാസത്തിൽ 10 ജോലി തരും, ചിലപ്പോൾ 6 ജോലി തരും, 4 ജോലി തരും. ഇങ്ങനെയൊന്നും നമ്മളെങ്ങനെ ശരിയാവും? ഞങ്ങൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഒരു മാസം 20 ജോലി. ഞങ്ങൾക്ക് അത് തരുന്നത് ആരാണോ അവർക്ക് ഞങ്ങൾ വോട്ടിടും. എന്തായാലും സ്ഥാനാർത്ഥി നിങ്ങളോട് വോട്ടൊക്കെ അഭ്യർത്ഥിച്ചു, കൃത്യമായ കാര്യങ്ങൾ നിങ്ങളോടെല്ലാം പറഞ്ഞു. എന്തായാലും ഇനി അവർക്ക് പ്രതീക്ഷിക്കാല്ലേ? ഉറപ്പായിട്ടും. അവർ ഞാൻ ഇവിടെ പറഞ്ഞത്, അവർക്ക് ഒരു ആവറേജ് 10 ദിവസം പോലും ജോലി കിട്ടുന്നില്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, ESI ആനുകൂല്യം ലഭിക്കുന്നില്ല. ESIയുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിനുള്ള അനുവാദത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഒരു ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് പോലും ഒരു വ്യക്തത വന്നില്ല. അതടക്കമുള്ള നിങ്ങളുടെ കാര്യത്തിൽ ഉറപ്പായിട്ട് ഇടപെടും, നിങ്ങളോടൊപ്പം ഉണ്ടാവും, യാതൊരു സംശയമൊക്കെ. ഒരു ESI ആശുപത്രി എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് സൗകര്യങ്ങളും ഇതുപോലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നതാണല്ലോ. അവർക്ക് കിട്ടേണ്ട ഒരു അവകാശമല്ലേ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയത്? ഉറപ്പായിട്ടും അവർക്ക് കിട്ടേണ്ട അവകാശം. ഒരു ESI മെഡിക്കൽ കോളേജ് രാജ്യത്തെമ്പാടും അനുവദിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയത്. ഇവിടെ മാത്രം മുഖം തിരിച്ചു. ആർക്കാ നഷ്ടം വന്നേ? ESI തൊഴിലാളികൾ. അവരുടെ മക്കൾക്ക് ചിലപ്പോൾ BSc നഴ്സിംഗ്, അല്ലെങ്കിൽ അവരുടെ മക്കൾ MLT, അല്ലെങ്കിൽ അവരുടെ മക്കൾ MBBS അഡ്മിഷൻ. അതാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഭാവി ആരാ? അവരുടെ മക്കളാണ്. അവർ ഈ പാവത്യങ്ങൾ ഇവിടെ കിടന്ന് ജോലി എടുക്കുന്നു. അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് അവരുടെ മക്കളിലാണ്. അവർക്ക് മക്കൾക്ക് കൂടി ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് ഇല്ലാതായത്. നേടിയെടുക്കും, അതിന് അവരോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് അവർ അവസരം തരാൻ അവരോട് ഞാൻ പറഞ്ഞത്. ആ അവസരം തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടവർ. കയറി എല്ലാ കശുവണ്ടി ഫാക്ടറിയിലും അവർക്ക് എന്നെ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഉണ്ടാവും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ 3ാമത് തവണ ഒന്നാമതെത്താൻ ഒരു സഹായം. അതാണ് അവരോട് ഒന്നാമതെത്തുമ്പോൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അതിന്റെ കയ്യിൽ കണ്ടില്ല അവരുടെ ആ ഒരു ഉറപ്പാണ് സ്ഥാനാർത്ഥി തരുന്നത്. ആ ഒരു ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നു? എല്ലാവരും പറയുന്നത് വിശ്വസിക്കുന്നു. ഞങ്ങള് വിശ്വാസമുണ്ട്. വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് വിശ്വസിക്കും. നേരത്തെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ? ഓഹോ, ജയലാൽ MLA വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ജോലി തരാമെന്ന്. അവസരം വന്നില്ലല്ലോ. അവസരം കൊടുക്കും, നോക്കട്ടെ. തീർച്ചയായും. എന്തായാലും ജീവനക്കാരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. സ്ഥാനാർത്ഥി, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് അങ്ങനെ അവസാന ലാപ്പിലേക്കൊക്കെ പോകുന്ന ഘട്ടമാണ്. അപ്പോഴും ഓരോ സ്ഥലത്തേക്കും സ്ഥാനാർത്ഥി എത്തുകയാണ്. വെയിലൊക്കെ കടുത്ത വെയിലാണ്. ചാത്തന്നൂർ മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ വീണ്ടും ഒരു അവസരത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുമ്പോൾ അവർ നൽകുന്ന പ്രതീക്ഷ, അതായത് ഈ കയ്യടിയിൽ തന്നെ നമുക്ക് കാണാമല്ലേ? അല്ല, കൃത്യം അവരുടെ മുഖഭാവത്തിൽ, അവരെന്നോട് കാണിക്കുന്ന താല്പര്യത്തിൽ ഈ കയ്യടിയിൽ എല്ലാം വ്യക്തമാണ്.
തീർച്ചയായും അങ്ങനെയാണ്. എന്തായാലും ഈ കശുവണ്ടി ഫാക്ടറിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ ഒരു മേഖലയിലെ ജനങ്ങൾ, ജീവനക്കാരൊക്കെ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അവരൊക്കെ തന്നെ സ്ഥാനാർത്ഥിയോട് പങ്കുവച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പൊക്കെ ലഭിച്ച ശേഷം അവരൊക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇത്തവണ ഒരു അവസരം നൽകുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇനിയും സ്ഥാനാർത്ഥിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ചാത്തന്നൂർ മണ്ഡലത്തെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 2 തവണ BJP 2ാം സ്ഥാനത്തെത്തി. ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് എത്തുവാനുള്ള എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങളുമുണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പൊതുരംഗത്ത് നിൽക്കുന്ന BB ഗോപകുമാറിനെ എല്ലാ ജനങ്ങൾക്കും അറിയാമെന്നുള്ളതാണ്. എന്തായാലും ഇത്തവണ ചാത്തന്നൂരിൽ താമര വിരിയുമെന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് BJP നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. യെസ്, വ്യക്തമാണ് മനോജ്.